പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വിവാഹം മുന്നിലേക്ക് പോകാൻ ഇനിയൊരു വഴികളുമില്ല എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ്. എല്ലാവരും എതിരാണ്. ആർക്കും കൂടെ നിൽക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഒരിക്കലും വിചാരിക്കാത്ത വഴിത്തിരിവാണല്ലോ വന്ന് സംഭവിക്കുന്നത്. ഇനി ഈ വീട്ടിൽ നിൽക്കേണ്ട. പാർവതി മേനുവിനോട് കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. ഞാൻ എടുത്ത തീരുമാനം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനായി ഞാൻ ഇനി കാര്യങ്ങൾ അങ്ങോട്ട് പറയും. നീ അത് അനുസരിച്ചാൽ മതി. നമ്മൾ വീട് മാറുന്നു. എന്ത്? വീട് മാറാനോ? എന്താ അമ്മ പറയുന്നേ? അതെ, ഞാൻ വളരെയധികം ആലോചിച്ച് എടുത്ത തീരുമാനമാണ്. സൂരജും വീട്ടുകാരുമായി ഇനി ഒരു ബന്ധവും നമുക്ക് വേണ്ട. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. മനസ്സിലായോ? ഇതിൻ്റെ പേരിൽ ഇനി ഒരു സംസാരം വേണ്ട. നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു. അമ്മേ, അത് പറ്റില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെയാ ഞാൻ പറയുന്നത്. നീ അങ്ങോട്ട് കേട്ടാൽ മതി. ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ഇതോടെ മീനുവാകെ പകച്ചു പോവുകയാണ്. മാത്രവുമല്ല, ഇതോടെ സൂരജിനെ ചെന്ന് കാണുന്ന മീനു പാർവതിയുടെ തീരുമാനം അറിയിച്ചിരിക്കുകയാണ്. അമ്മ, കാര്യങ്ങൾ വിട്ടുകളയാൻ തയ്യാറല്ല സൂരജ് സാർ. സത്യങ്ങൾ സൂരജ് സാർ തെളിയിക്കണം. ഇല്ലെങ്കിൽ അമ്മ ഒരിക്കലും ഈ വിവാഹം മുന്നിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഞാൻ പരമാവധി പറഞ്ഞു നോക്കി, പക്ഷേ അമ്മ അതിന് തയ്യാറാകുന്നില്ല. മീനു, എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. നിന്റെ അമ്മയെ കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. അവർ ചെയ്യുന്നത് അവരുടെ രീതിയിൽ ശരിയാണ്. അതാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഈ കാര്യം ഞാൻ ഒന്ന് ഡീൽ ചെയ്ത് നോക്കട്ടെ. ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാകാം. ഇതേ തുടർന്ന് മുത്തശ്ശിയെ കാണുകയാണ് ഇപ്പോൾ സൂരജ്. മുത്തശ്ശി, ഞാൻ പറയുന്നത്, എടാ, നീ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. നീ പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യവുമില്ല. നിനക്ക് ഇവിടെ നിന്നൊന്ന് ഇറങ്ങിപ്പോക്കൂടെ? എന്തിനാ വെറുതെ ഞങ്ങളെ കൂടി ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? തൻ്റെ മുത്തശ്ശി കൂടി തന്നെ തള്ളി പറഞ്ഞത് വളരെയധികം വേദനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ സൂരജിനെ. ഇതോടെ സൂരജ് ഇന്ദുജയെ കാണുന്നതിനായി എത്തുകയാണ്. സൂരജിനെ കാണുന്ന ഇന്ദുജ, ഓ, സൂരജ് വന്നോ? നിന്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാ. ഈ വരവിനായി ഒരുപാട് നാളായി. ഇൻഫാക്ട് ഞാൻ കാത്തിരിക്കുന്നു. ഇരിക്കെ, കാര്യങ്ങൾ പറയാം. നീ എൻ്റെ ജീവിതം വെച്ച കളിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയും നിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഞാൻ അനുവദിക്കുകയില്ല. സൂരജ്, നിന്നോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. നീ മീനുവുമായുള്ള വിവാഹം മറന്നേക്ക്. അതൊരിക്കലും നടക്കില്ല. അത് ഞാനെടുത്ത തീരുമാനമാണ്. നീ ഇനി വിവാഹം കഴിക്കുകയാണ് എങ്കിൽ എന്നെ ആയിരിക്കും വിവാഹം കഴിക്കുക. ഇത് കേട്ട് സൂരജ് ഒന്ന് ഞെട്ടിപ്പോകുന്നു. നിന്നെയോ? ഒരിക്കലുമില്ല ഇന്ദുജ. ഞാൻ മരിച്ചാലും അത് നടക്കില്ല. ഇത് കേട്ട് ഇന്ദുജയും ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.